ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ, ആത്മഹത്യ എല്ലാത്തിനും ഇതിനുള്ള ഉത്തരമാണോ? സീരിയസ് ചോദിക്കാം. നമ്മളൊരു ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണോ? ഒരിക്കലും അല്ല. കാരണം നിങ്ങളെല്ലാവരും ന്യൂസ് ചാനലിലും അല്ലെങ്കിൽ യൂട്യൂബിലും കണ്ടിരിക്കും, നമ്മുടെ ഒരു പ്രമുഖ നടൻ്റെ മുൻ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അത് ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അതെനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന്. പക്ഷേ ആ പ്രമുഖ നടൻ നമ്മുടെ ഈ കേരളത്തിലെത്തിയത് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടിയുമുണ്ട്. ആ സമയത്ത് ആ പുള്ളിക്കാരിയും ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഈ പ്രമുഖ നടൻ ഇപ്പോൾ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയും അവളെയും ഒരു 1.5 വർഷം ഭാര്യയാക്കി വെച്ചതിന് ശേഷം അവളെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ ഫാമിലിപ്പെട്ടൊരു സ്ത്രീയാണ്. അവരുമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. കാരണം ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല, ഈ പെൺകുട്ടിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ ശ്രമിച്ചത്? നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ വീട്ടുകാർക്കും മാത്രമേ ഉള്ളൂ നഷ്ടം. ഈ വ്യക്തിക്കോ ഈ വ്യക്തി ഇപ്പോൾ കല്യാണം കഴിച്ച വൈഫിനോ ഒരു പ്രശ്നവുമില്ല. അവരിപ്പോൾ ജീവിക്കുന്ന കണക്ക് തന്നെ ഹാപ്പി ആയിട്ട് അവരങ്ങനെ തന്നെ ജീവിക്കും. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ നിന്ന് നിങ്ങൾക്കൊരു ഡിവോഴ്സ് മേടിച്ച് നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാം. നിങ്ങൾ നല്ലൊരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അതുപോലെ നിങ്ങൾ എന്താ പറയുക, നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന സ്ത്രീ എന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ ഒരു ബുദ്ധിയില്ലാത്ത രീതിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് അത് വെറും പാഴെന്ന് തന്നെ ഞാൻ പറയും. കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ ആലോചിക്കണമായിരുന്നു. അവർ നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും നിങ്ങളുടെ ഒരു കാര്യത്തിനും അവർ നോ പറയാതെ നിങ്ങളുടെ ഒപ്പം നിന്നതാണ് നിങ്ങളുടെ രക്ഷകർത്താക്കൾ, അതായത് നിങ്ങളുടെ അമ്മയും അച്ഛനും. ആ പ്രായം ചെന്ന മനുഷ്യരെയും കൂടെ ഇത്രയും വിഷമത്തിലാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത്? കാരണം നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങൾക്ക് ഈ ഒരു പ്രമുഖ നടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും അയാളൊരു സെക്കൻഡ് മാരേജ് എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ അച്ഛനും അമ്മയും അത് ഓക്കെ പറഞ്ഞതാണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ അവരെ തനിച്ചാക്കി എന്നിട്ട് നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള വാശി തീർക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തം ആയിട്ട് നിങ്ങൾ മരിക്കാൻ ശ്രമിച്ചു. അതേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നിങ്ങൾ മരിച്ചെന്ന് വെച്ചിട്ട് ആ വ്യക്തിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ആ വ്യക്തി ഇങ്ങനെ തന്നെ ഇവിടെ ജീവിക്കും. സീരിയസ്ലി പറയാം, ആ വ്യക്തി ഇങ്ങനെ തന്നെ ജീവിക്കും. ആ പുള്ളിക്ക് യാതൊരു രീതിയിലും ഒരു വിഷമോ ഇല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫ് തുളച്ചതിൽ ഒരു ഫീലിങ്സോ ഉള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. പിന്നെ ആ വ്യക്തി ഇവിടെ ആൾക്കാരെല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ആ പുള്ളി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ വ്യക്തിനെ എല്ലാവരും ഒരു മുൻഗണന കൊടുത്ത് ഈ കേരളത്തിലെ ഒരു മരുമകനാക്കി ഏറ്റെടുത്ത് ആ പുള്ളീനെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്ന, ആ പുള്ളി ഇവിടെ നിൽക്കുന്നതും ചിലപ്പോൾ കേരളത്തിൽ എന്ത് നടക്കുമെന്ന് ആലോചിച്ചായിരിക്കും ചിലപ്പോൾ. അതും നമ്മൾ പറയാതെ പറ്റത്തില്ല. ഇപ്പം ആ പുള്ളിയെ അവിടുന്ന് കല്യാണം കഴിച്ചാലും പുള്ളി ഇവിടെ വന്നാണ് സെറ്റിലായത്. പുള്ളിയുടെ നാട്ടിൽ സെറ്റിലാവാൻ പറ്റാത്തതാണോ എന്തോന്ന് എനിക്കറിയില്ല. പുള്ളി ഇവിടെ തന്നെയാണ് സെറ്റിലായിരിക്കുന്നത്. പുള്ളിക്ക് ഇതിനു മുമ്പും കല്യാണം കഴിച്ച പുള്ളിക്ക് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ പോലും പുള്ളി നോക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പല ന്യൂസുകളും നമ്മൾ കണ്ടിരിക്കുന്നത്. പുള്ളിയുടെ മുൻ ഭാര്യയോട് കുട്ടിയോട് സുഖമായിട്ട് ആണ് ആ പെൺകുട്ടി ജീവിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഈ പുള്ളി വേറൊരു പെൺകുട്ടിയെയും കല്യാണം കഴിച്ചു എന്നുള്ള ന്യൂസിൽ കൂടെയൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്ക് ക്ലിയറായിട്ട് അറിയില്ല, ഉള്ള സത്യം പറയാണ്. പിന്നെ ഇവർ രണ്ടുപേരെയും കല്യാണം കഴിച്ച എല്ലാ സത്യാവസ്ഥയും അറിയാം. പുള്ളി ഇപ്പോൾ ഈ 3ാമത് കല്യാണം കഴിച്ച പുള്ളിക്കാരുടെ കാര്യങ്ങൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തിനാണ് ഈ പുള്ളിക്ക് വേണ്ടിയിട്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ ജീവിതം തുലച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവിടെ പോലീസുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിയമങ്ങളുണ്ട്, ഇതിന് വിവരം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ നമ്മുടെ ഭരണഘടനയോ നിയമങ്ങളോ ഒന്നും ഈ പുള്ളിക്കാരിക്ക് ഒരു തണലായി താങ്ങുമായിട്ട് നിന്നില്ല എന്നാണ് പറയുന്നത്.
അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നോ ഒന്നും പുള്ളിക്കാർ തന്നെ വന്ന് അതിൻ്റെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി കാണിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞു എന്നോ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പുള്ളിക്കാർ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളും പുള്ളിക്കാർ ഒരിക്കൽ തുറന്നു പറഞ്ഞതാണ്. പുള്ളിക്കാരന് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്നും അവർ അനാവശ്യമായി ഒരു ലൈഫിലേക്ക് ഇടിച്ച് കയറുമെന്നും ഒക്കെ പുള്ളിക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് ഏതൊരു വൈഫിനും അത് ഇഷ്ടപ്പെടില്ല. തീർച്ചയായിട്ടും പുറത്ത് നിൽക്കുന്നൊരു വ്യക്തി അവരുടെ ലൈഫിലോട്ട് ഇടിച്ച് കയറാനോ അവിടെയുള്ള കാര്യങ്ങൾ തിരക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ അമിതമായ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നൊരു വ്യക്തിനെ ഒരു ഭാര്യമാരും ഇഷ്ടപ്പെടത്തില്ല. അതായിരിക്കും ഇവർക്കിടയിലുള്ള മുൻ ഭാര്യയും പറയുന്നത് അതൊക്കെ തന്നെയാണ്. മുൻ ഭാര്യ ഈ പുള്ളിയുടെ മേലുള്ള കുറ്റം ചുമത്തുന്നത്. കാരണം പുള്ളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സാണ്. അവർ കഴിഞ്ഞേ ഉള്ളൂ എന്തും, അവരോട് എന്ത് തോന്നിയാസവും കാണിക്കും എന്നൊക്കെ തന്നെയാണ് ഈ പുള്ളിക്കാരനെ കുറിച്ചും ഇപ്പം സൂയിസൈഡ് ചെയ്യാൻ നിന്ന ഭാര്യനെക്കാട്ടി മുമ്പ് നിന്ന ഭാര്യ പറഞ്ഞിരിക്കുന്ന അങ്ങനെയൊക്കെ തന്നെ. ഇവരാരുടെ പേര് പറയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുഴഞ്ഞു പോകുന്നത് കേട്ടോ. എനിവേ എന്തിരുന്നാലും ഞാൻ പറയാണ്, നമ്മളുടെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് തന്നെ അഭിമാനത്തോട് തന്നെ അവരെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക. അല്ലാതെ പോയി മരിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല, ഒന്നും നേടുകയില്ല. കൂടിപ്പോയാൽ 10-16 ദിവസം എല്ലാവരും ഓർക്കും. അത് കഴിഞ്ഞ വർഷത്തിലൊരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ വരും, ഓർമ്മയുണ്ടോ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു വരും. അത്രേ ഉള്ളൂ. ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരി വേറൊന്നും വിചാരിക്കരുത്. ഞാൻ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നതാണ്. കാരണം നിങ്ങൾ നിൽക്കുന്ന പൊസിഷനെ ഒത്തിരി ഞാൻ ബഹുമാനിക്കുന്നതാണ്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് നല്ലൊരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. അല്ല ഇങ്ങനെയുള്ള ചീള് കേസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയുണ്ട്. അവർക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമല്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങൾക്കത് നിങ്ങളല്ലാതെ അവർക്ക് വേറെ ആരുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആ അച്ഛനും അമ്മയും കൂടെ അനാഥയാക്കാൻ ശ്രമിച്ചു. നിങ്ങളിത് ആരും കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചോ നിങ്ങളത്? നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് വേറെ ആരും കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? കഴിവതും ഇങ്ങനെയുള്ള നിങ്ങളുടെ നിങ്ങളുടെ മുൻകാല ഭർത്താവിന് നിങ്ങളങ്ങ് മറക്കുക. നമ്മൾ ചിന്തിക്കാമല്ലേ, പലയിടത്തു നിന്ന് പല ആൾക്കാരും പലതും പറയും. അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാം. ചുമ്മാ നിങ്ങളുടെ മണ്ടയിൽ അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫഷനെയും കാര്യങ്ങളും അത് ബാധിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അത് ചെയ്യാതെ ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് ഇതാണോ അവരിങ്ങനെയാണോ എന്നൊക്കെ തിരക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനേ വരുള്ളൂ. കാരണം ജീവിതം ഇനിയും കിടപ്പുണ്ട്. നിങ്ങളൊരു ചെറിയ സ്ത്രീയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര വലിയ പ്രായമൊന്നുള്ള സ്ത്രീയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയൊരു കല്യാണം കഴിക്കുകയോ സുഖമായി ജീവിക്കുകയൊക്കെ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ മണ്ടത്തരം ചെയ്യരുത്. കാരണം അത് നമ്മൾ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഈ ലോകം നന്നാവാനൊന്നും പോകുന്നില്ല സഹോദരി. സീരിയസ്ലി പറയാം. ഇല്ലെങ്കിൽ ഈ പാർട്ട്ണർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാൾ സന്തോഷമായിട്ട് ആഹാരവും കഴിച്ച് സുഖിച്ച് അയാൾ ജീവിക്കുന്നു. അയാൾക്ക് ഇപ്പോൾ ഉള്ള പാർട്ട്ണറായിട്ടുള്ള സുഖിച്ച് ജീവിക്കുന്നു. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ അയാൾ എന്നെ അങ്ങനെ പറയുന്നുണ്ട്, അയാൾ എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ചെറിയ പ്രായമൊന്നും അല്ലല്ലോ. ഒന്നുമില്ല, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇത്രയും വിദ്യാഭ്യാസം ചെയ്ത് ഇത്രയും ലെവൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുള്ള സ്ത്രീയല്ലേ. അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ സ്കൂളിലെ പിള്ളേർ പറയണക്ക് അയാൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നു, അയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. അതൊക്കെ നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാം. നമ്മളെന്തിനാണ് അവരെ പിന്നാലെ നടക്കുന്നത്? അയാൾ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നിയമപരമായിട്ട് കാര്യങ്ങൾ പോയി സംസാരിച്ച് അതിൽ രേഖയും തെളിവും കാണിച്ചിട്ട് പുള്ളിക്കെതിരെ കേസ് കൊടുക്കുക ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ദൈവം എന്ന് പറയുന്നുണ്ട്. ദൈവം എന്ന് വെച്ചാൽ നമ്മളെ ദൈവം വിളിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. അത് നിങ്ങളുടെ കാര്യം വെച്ച് ഞാൻ പറയാം. ദൈവം നമ്മളെ വിളിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നമുക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ പോവില്ല. അതങ്ങനെയാണ്. അതെപ്പോഴും ചിന്തിക്കാം. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിക്കണോ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുക. അല്ലാതെ മരിച്ച് ഇപ്പോൾ ഈ ന്യൂസിലെല്ലാം വന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? 10 ആൾക്കാർ കേൾക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്തിനും. ഇപ്പം ഞാൻ ചോദിച്ചാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മുൻകാല പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് സുഖമായിട്ട് അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. അയാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാതെ അന്തസ്സായിട്ട് നിങ്ങളും ജീവിച്ച് കാണിക്കും.
ഇപ്പം ഇത്രയാണ് കേസ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞ ആരെക്കുറിച്ചാണെന്നും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പം ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അത് ദൈവത്തിന് നന്ദി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അവരുടെ മുൻകാല ഭർത്താവിനോടാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങളുടെ മുൻകാല വൈഫിന് എതിരെ സംസാരിക്കുകയോ ഇല്ലെങ്കിൽ അവർ മോശപ്പെട്ട രീതി പറയുകയോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി അങ്ങനെ മോശപ്പെട്ട രീതി പറഞ്ഞു എന്നാണ് ആ പെൺകുട്ടി ആ ഒരു വോയിസിൽ പറയുന്നത്. അങ്ങനെ പറയാതിരിക്കുകയോ ചെയ്യുക. അടഞ്ഞ പുസ്തകം അടച്ചു, അതിനെ റീഓപ്പൺ ചെയ്ത് നിങ്ങൾ അത് ഓപ്പൺ ആക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്കൊരു പുതിയ ലൈഫ് ഒരു പാർട്ട്ണറുണ്ട്, അവരുമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ എവിടെ ഇരുന്നാലും ജീവിക്കുക. പഴയ കാര്യങ്ങളെല്ലാം വിട്. അല്ലാതെ ഈ പഴയ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് വേറെയുള്ള ആൾക്കാരോട് സംസാരിക്കുക, അവരതിൽ ഇരട്ടിയായിട്ട് ചെന്ന് അവരോട് പറയുക. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാവരും നല്ലവരാണെന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെക്കുറിച്ച് മുൻകാല പാർട്ട്ണറെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിരിക്കും അവരെ ചെവിയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ വൈഫിനോടും പറയുക, അനാവശ്യമായ വാക്കുകളെടുത്ത് സംസാരിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി, നിങ്ങളുടെ ജീവിതം നോക്കി, നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതും ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയി ജീവിക്കുക. അത്രേ ഉള്ളൂ. ചുമ്മാതെ നിങ്ങളായിട്ട് ഒരാളുടെ മരണത്തിന് കൊണ്ടുവന്ന് തിരി കത്തിക്കാതിരിക്കുക. അത് ആ ഒരു പാവം നിങ്ങളിനി എത്ര ഇതാക്കിയാലും നിങ്ങളിൽ നിന്ന് വിട്ടുമാറത്തില്ല. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയും വേണ്ട. കാരണം ഞാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനും. അപ്പം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആ കുട്ടിയെ നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അതിനെ മനസ്സ് മാറ്റിച്ചൊക്കെ എടുക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ വീട്ടുകാരും ചെയ്യുക. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യൻ ജീവിതം വേണ്ട എന്ന് വെക്കുന്നത് അത്രയും പ്രശ്നത്തിലൂടെ പോയിട്ടായിരിക്കും അവർ ആ ആ പ്രഷർ താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവരത് ചെയ്യാൻ വേണ്ടി കൂട്ടാക്കിയത്. പക്ഷെ അതിന് വേറുള്ളവർ അതിന് ഇടവെച്ച് കൊടുക്കാതിരിക്കും. നമുക്ക് ആരുടെയും ജീവൻ എടുക്കാൻ അധികാരമില്ല. ജീവൻ കൊടുക്കാൻ അധികാരം കാണും, പക്ഷെ ജീവൻ എടുക്കാൻ അധികാരം കാണത്തില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവന് ഓരോ നിമിഷവും എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.